ഇന്നിവിടെ സമ്മറിൻ്റെ അടിപൊളി ഒരു ഡേ ആണ്. സമ്മർ തുടങ്ങി, ഇന്നത്തെ ക്ലൈമറ്റ് നല്ല അടിപൊളി. അപ്പം പെട്ടെന്നൊരു പ്ലാൻ ചെയ്തതാണ്. ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, 19 ഇയേഴ്സ് ആയിട്ടുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങൾ രണ്ടും കൂടെ ഒന്ന് ലണ്ടൻ കറങ്ങാൻ പോകാൻ. ഈ വഴിയോര കാഴ്ചകൾ നിങ്ങളെയും കാണിക്കുന്നതായിരിക്കും, നിങ്ങളും കൂടെ പോരെ. ഇവിടെ UK ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പം നമുക്ക് ടിക്കറ്റ് ഇങ്ങനെ മെഷീനിൽ നിന്ന് പ്രിൻറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഓൺ ബാങ്ക് കാർഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഡേ ട്രാവൽ കാർഡ് എടുക്കാം, അല്ലെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് എടുക്കാം. നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനിലോട്ട് മാത്രമായിട്ടുള്ള ട്രെയിൻ ടിക്കറ്റ് എടുക്കാം. അങ്ങനെ എന്ത് വേണേലും നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഓൺ കാർഡാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ട്രെയിൻ സ്റ്റേഷനുള്ളിലാണ്. ഇപ്പം ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് പോവാം. ഇപ്പം ട്രെയിൻ എത്തിയിട്ടുണ്ട്, ഞങ്ങൾക്ക് പോകാനുള്ള കയറാൻ പോവാണ്. അപ്പം ഇതാണ് ഇവിടുത്തെ ട്രെയിൻ, നല്ല അടിപൊളി. അപ്പം ഞങ്ങൾ ട്രെയിനകത്താണ്. നല്ല അടിപൊളി സീറ്റിംഗ് ഒക്കെയാണ്, നാട്ടിലെ ട്രെയിനെക്കാട്ടി പോഷാണ്. ഇപ്പം നമ്മൾ ലണ്ടൻ വിക്ടോറിയയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്നും 15 മിനിറ്റ് ദൂരത്താണ് ഈ ലണ്ടൻ വിക്ടോറിയ സ്റ്റേഷൻ. ഇത് ലണ്ടനിലെ വൺ ഓഫ് ദ മെയിൻ ട്രെയിൻ സ്റ്റേഷനാണ്. ഈ സ്ഥലത്ത് നിന്നും UK എല്ലാ ഭാഗത്തേക്കും ട്രെയിൻ കിട്ടും നമുക്ക്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഒരു ചർച്ചിലേക്ക് പോവാണ്. അപ്പോൾ അത് നമ്മൾ ബസ്സിലാണ് പോകാൻ പോകുന്നത്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോരാ വായോ. ഇപ്പം നമ്മളിവിടുത്തെ ബസ്സിൽ കയറി നമ്മൾ പോകേണ്ട ചർച്ചിലേക്ക് പോകാൻ വേണ്ടിയേ. ഈ ബസ്സിന് ഇവിടെ കണ്ടക്ടർ ഒന്നുമില്ല, ഡ്രൈവർ മാത്രമേ ഉള്ളൂ. നമ്മൾ കാർഡ് ടച്ച് ചെയ്താണ് യാത്ര ചെയ്യുന്നത്. ഇപ്പം ഞങ്ങള് ലണ്ടൻ വെസ്റ്റ് മിനിസ്റ്റർ അബിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇവിടാണ് റോയൽ വെഡിങ്ങുകളും കൊറോണേഷനൊക്കെ നടത്തിയിട്ടുള്ള ഇത്. ആ ചർച്ചാണ് ഇത് ഞാനിങ്ങനെ കൈ ചൂണ്ടുന്ന എൻ്റെ ബാക്കിലായിട്ട് കാണുന്നത്. അതുപോലെ ലണ്ടൻ സിറ്റിയുടെ ഭംഗി നിങ്ങൾക്ക് എല്ലാവർക്കും കാണണ്ടേ. ഭയങ്കര ക്രൗഡാണ് ഇപ്പം, നല്ല വെതർ ആയതുകൊണ്ട്. എവിടെ നോക്കിയാലും ഒരുപാട് ആൾത്തിരക്കാണ്. എങ്കിലും നല്ല വെതർ ആയതുകൊണ്ട് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളോടൊപ്പം പോരും. വെസ്റ്റ് മിനിസ്റ്റർ അബി ചർച്ചാണിത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിഗ് ബെൻ ഇൻ ലണ്ടനാണ്. അത് ബിഗ് ബെൻ ലണ്ടൻ എന്ന് പറഞ്ഞാൽ അത് വേൾഡിലെ തന്നെ ഹയസ്റ്റ് ക്ലോക്ക് ടവറാണ്. അതിനോട് സൈഡിൽ കാണുന്നത്, ആ റൗണ്ടിൽ ഇത് കാണുന്നത് ലണ്ടൻ ഐ ആണ്.
അതിൽ നമുക്ക് പാസ് എടുത്തിട്ട് അത് കയറിയാൽ ലണ്ടൻ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. അത് വളരെ പതിയാണ് അത് കറങ്ങുന്നത്. അപ്പം ഇവിടുത്തെ ഇതിപ്പം പാർലമെൻറ്റ് സ്ക്വയറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങുകളും ഇവിടെ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒരുപാട് സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. ദൂരം ആളുകളാണ്. ഇന്ന് ഭയങ്കര ക്രൗഡാണ് ഇവിടെ എല്ലാം. കാര്യം നല്ല വെതറാണ്. വിൻ്റർ കഴിഞ്ഞുള്ള ആ സമ്മർ തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും വെളിയിലിറങ്ങിയേക്കുമാണ് വെതർ എൻജോയ് ചെയ്യാൻ വേണ്ടി. ഇത് വെസ്റ്റ്മിനിസ്റ്റർ ചർച്ചിൻ്റെ അടുത്തുള്ള റിവർ, ഇത് തേംസ് റിവർ ആണ്. ഇപ്പം നോക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് കലങ്ങിയ വെള്ളം പോലല്ലേ കാണുന്നത്. പക്ഷെ ഈ വെള്ളം പ്യൂരിഫൈ ചെയ്താണ് ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങുകളിലേക്കും വീടുകളിലേക്കുമുള്ള കുടിക്കാനുള്ള വെള്ളമൊക്കെ കിട്ടുന്നത്. ഈ വാട്ടർ പ്യൂരിഫൈ ചെയ്തതാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് വെസ്റ്റ്മിനിസ്റ്റർ ബ്രിഡ്ജിലാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ദ കൊറിയൻ വാർ മെമ്മോറിയൽ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലാണ്. അത് അവരുടെ ഫ്ലാഗാണിത്. അപ്പം അന്നത്തെ കാലത്ത് വാറിലൊക്കെ പങ്കെടുത്ത ആർമി നേതാക്കളുടെയൊക്കെ സ്റ്റാച്യൂസൊക്കെ കാണാം ഇവിടെ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ കോച്ച് ബസ്സുകൾ ഒരുപാട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ടൂറിസ്റ്റായിട്ട് വരുന്നതുകൊണ്ട് ഈ ലണ്ടനിൽ നിന്നും 2-3 മണിക്കൂർ ദൂരത്തേക്കുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന കോച്ചുകളുമാണ് ഇത്. ഇനി നമ്മൾ മ്യൂസിയം കാണാൻ വേണ്ടി പോവാണ്. ലണ്ടനിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ലണ്ടനായി. അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. ആ റൗണ്ട് അതിനകത്ത് ഓരോ കേജ് പോലെ നിങ്ങൾക്ക് കാണാം. അതിനകത്ത് ആൾക്കാർക്ക് ഇരിക്കാം. 2 സൈഡിലും സീറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പം അതൊരു ഞാൻ നിൽക്കുന്നിടത്തു നിന്ന് ഒരു 3-4 മിനിറ്റ് ദൂരത്തിലേ ഉള്ളൂ നടക്കാൻ പിന്നെ. അതാണ്. അത് ചെറുതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ മൂവ് ചെയ്യുന്ന കാണാമോ എന്നറിയത്തില്ല. അത് മൂവ് ചെയ്യുന്നുണ്ട്. അതിൽ ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ ഇരുന്ന് അതിൽ എൻജോയ് ചെയ്യുവാണ്. ഇവിടെ ലണ്ടൻ ഫുള്ള് കാണാം അതേ കയറുമ്പോൾ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ജൂബിലി ബ്രിഡ്ജാണ്. ഇവിടുത്തെ ഈ ലണ്ടനിലെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി നോക്കിക്കേ, 4 സൈഡിലേക്ക് റോഡുകളുണ്ട് വാഹനങ്ങൾക്ക് പോകാൻ. അതുപോലെ ആളുകൾക്ക് നടക്കാൻ വേണ്ടി ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ നടക്കാം. അതുപോലെ തന്നെ ബോട്ടുകൾക്ക് പോകാനുള്ള സംവിധാനമുണ്ട് ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ. അപ്പം അങ്ങനെ പ്രത്യേക ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ തിരക്ക് ഒക്കെ വളരെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എത്ര ഭംഗിയാണ് ആ ബ്രിഡ്ജുകളൊക്കെ കാണാനും. ആർട്ട് മ്യൂസിയം. ഇപ്പം നമ്മൾ ആർട്ട് മ്യൂസിയത്തിലോട്ട് പോവാണ്. അതിനുള്ളിൽ ചെന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. പറ്റുവാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ കൂടെ പോരും നിങ്ങളും. ഇപ്പം നമ്മൾ ആർട്ട് ഗ്യാലറിക്കുള്ളിലാണ്. ഇവിടെ കുറേ കാര്യങ്ങൾ ആർട്ടൊക്കെ കാണാറുണ്ട്. ഈ തൂണിൽ കൊത്തിയേക്കുന്ന കലാവിരുതുകളൊക്കെ ഇതിനകത്ത്. ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കുന്നതിന് റെസ്ട്രിക്ഷൻ ഒന്നും കണ്ടില്ല. അപ്പോൾ നമുക്ക് കാണാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള പെയിൻറ്റിങ്ങുകളാണ് ഈ ഒരു ഫ്ലോർ ഫുള്ള്. ഇപ്പം ഈ പെയിൻറ്റിങ് ഒരു കൊച്ച് ഇങ്ങനെ ഗാർഡനിൽ ഇരിക്കുന്നതാണ്. അവൻ്റെ ഫാദർ അവനെ പോസ് ചെയ്തൊരു പെയിൻറ്റ് ചെയ്തതാണ് ഈ പിക്ചറ്.
ഇവിടെ കാണുന്ന എല്ലാ പിക്ചറുകൾക്കും ജീവനുണ്ടെന്ന് തോന്നും. അതുപോലെ മനോഹരമായിട്ടാണ് അവർ പെയിൻറ് ചെയ്തേക്കുന്നത്. സെഞ്ച്വറിയിൽ ജീവിച്ചിരുന്ന ഒരു രാജകുമാരിയാണിത്. സ്കോട്ടിഷ് രാജാവിൻ്റെ മകള്. അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളൊരു പെയിൻറ്റിംഗ് ആണിത്. മദർ മേരിയുടെ കയ്യിൽ ചൈൽഡ് ജീസസ്, സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഒരു സൈഡിൽ. എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള പിക്ചറാണ് എങ്കിലും എത്ര മനോഹരമായിട്ടാണ് അത് പെയിൻറ് ചെയ്തേക്കുന്നത്. ഈ ആർട്ട് മ്യൂസിയം ഒരുപാട് വലുതാണ്. ഇത് വലിയ ബിൽഡിംഗ് ആണ്. നമ്മൾ നടന്ന് നീങ്ങത്തില്ല, അത്രയ്ക്കും വലിപ്പമാണ് ഇതിന്. ഓരോ സൈഡിൽ നിന്നും അടുത്ത സൈഡിലേക്ക് കണക്ഷനാണ് ബിൽഡിങ്ങുകൾ. താഴത്തെ നിലയിലായിരിക്കുന്നത്. മുകളിലോട്ട് വേണേൽ പോകും. അപ്പം സൈറ്റ് സീയിങ്ങൊക്കെ വേണ്ടിയവർക്ക് ടോപ്പ് മേളിൽ പോയിരിക്കണേ. അപ്പം നമ്മൾ ചൈന ടൗണിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ചൈനീസ് ഫുഡാണ് ഇന്ന് കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഈ ചൈന ടൗണിലെ ഫുള്ള് റെസ്റ്റോറൻറ്റുകളും ഷോപ്പുകളും എല്ലാം ചൈന ആൾക്കാരുടെയാണ്. അതുകൊണ്ടാണ് ആ ഒരു സ്ട്രീറ്റിന് ചൈന ടൗൺ എന്ന് പേര് തന്നെ. അപ്പം നമുക്ക് അവിടേക്ക് പോവാം. എന്താ കഴിക്കുന്നതെന്ന് നിങ്ങളെയും കാണിക്കാം. ബഫറ്റ് റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ഈറ്റ് ആസ് മച്ച് ആസ് ആണ്. പക്ഷേ ഇതൊക്കെയാണ് ഫുഡുകൾ. നമ്മളുടെ ഇന്ത്യൻ ഫുഡല്ല, ചൈനീസ് നൂഡിൽസും ചിക്കൻ ഫ്രൈയും വെജിറ്റബിളും സാലഡുകളും ഇഷ്ടം പോലെ നമുക്ക് കഴിക്കാൻ ആവശ്യത്തിന്. 16 pound പെർ പേഴ്സൺ ആണ് ഇവിടെ. അപ്പം ഞങ്ങൾ ലണ്ടൻ ഒക്കെ വിസിറ്റ് ചെയ്ത് വെസ്റ്റ് മിനിസ്റ്റർ അബി ചർച്ചിലൊക്കെ പോയി ഫുഡ് കഴിച്ചു. തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ട്രെയിനിൽ കയറി. വൈ കമ്പാർട്ട്മെന്റ് ഫുള്ള് കണ്ടോ, ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇവിടുത്തെ റഷ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു 5 മണി കഴിയുമ്പോഴാണ് ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു പോകുന്നത്. ഈ സമയത്ത് ഇപ്പം ഇവിടെ 4 മണിയാകുന്നേ ഉള്ളൂ. ഒരു 6 ആകുമ്പോഴത്തേക്ക് ഭയങ്കര റഷായിരിക്കും, ഭയങ്കര ക്രൗഡ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ലണ്ടൻ ട്രിപ്പ്. ബൈ നൗ.